ക്രീം ഇല്ലെങ്കിലും നമുക്ക് ടേസ്റ്റ് ഒന്നും ഒട്ടും ചോരാതെ അടിപൊളി ടേസ്റ്റിൽ തന്നെ വളരെ പെട്ടെന്നൊരു ക്രീമി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് വീഡിയോ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും അന്നേരം തന്നെ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ഇടുന്നുണ്ട്. 1.5 ടീസ്പൂണ് ചതച്ചെടുത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂണ് കേടൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ എല്ലാം മുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ട് അതിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവാള വറുത്തെടുക്കണം. അപ്പോൾ അതിന് തക്ക രീതിയിലുള്ള ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 മീഡിയം സൈസ് സവാള ആണ് എടുത്തിരിക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് കൂടി കിടക്കുന്ന എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ലെവലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വാടി വരുമല്ലോ, ആ സമയമാകുമ്പോഴത്തേന് കളർ മാറത്തില്ല, നന്നായിട്ട് ആ വാടി വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വാടി കിട്ടാനും അതിന് നല്ലൊരു കളർ കിട്ടാനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂത്ത് വരുന്നതനുസരിച്ച് പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് നമുക്കത് വാങ്ങാവുന്നതാണ്. പിന്നീട് ഈ കറിക്ക് വേണ്ടിയിട്ട് ഒരു മസാല വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു ടേബിൾ സ്പൂണ് മുഴുവനായുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സിനമൺ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാദാ ചില്ലിയാണ്. ഇതിന് പകരം കാശ്മീരി ചില്ലി ആണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് കുറച്ച് നല്ല കളറൂടെ കാണും. അപ്പോൾ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ ചില്ലി മുഴുവനേ ഉള്ളതും മല്ലി അതുപോലെ മുഴുവനേ ഉള്ളതാണ്. അപ്പോൾ അതിന് പകരം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 3 കാടമാണ്, അതുപോലെ 2 ഗ്രാമ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 12 കാഷ്യൂനട്ട്, ഒരു 12 ബദാം കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 10-12 എണ്ണം പെപ്പറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങ് മൂത്ത് പോകണ്ട, ഒന്ന് ജസ്റ്റ് ഇതൊന്നും എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ബദാം ഇല്ലെങ്കിൽ അത് എടുക്കണമെന്നില്ല. നമ്മുടെ ആ മസാലയ്ക്ക് ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബദാം കൂടി എടുത്തത്. ബദാം കൂടി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ ഒരു നല്ല തിക്നെസ്സും കൂടെ, ക്രീമി തിക്നെസ് കൂടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബദാം എടുത്തിരിക്കുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്ത പാനിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ റോസ്റ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ ഇരുന്നല്ല അത് പിന്നെയും കുറച്ചുകൂടെ അങ്ങ് മൂത്ത് പോകും. അത് മൂത്ത് പോകുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് അതനുസരിച്ച് ടേസ്റ്റ് വ്യത്യാസത്തോടെ വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് അത് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നു. നമ്മൾ ആ ചൂടാക്കിയ പാൻ തന്നെയാണ്, മസാല ചൂടാക്കിയ പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടീസ്പൂണ് ഗീയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് അടച്ചൊന്നും കൊടുക്കുന്നില്ല, ഓപ്പൺ ആയിട്ട് തന്നെയാണ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും നല്ല ബെസ്റ്റ് കറിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം.
ചിക്കൻ വെന്ത് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്കൊരു മസാലയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ബദാമും കാശുവും ആ മസാലയെല്ലാം കൂടെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയുടെ ഇട്ട് കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കസ്തൂരി മേത്തിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അരക്കുന്ന കൂട്ടത്തിൽ നോക്കുമ്പോൾ അരിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് കേട് ശകലം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അരച്ചെടുത്ത ആ പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ മിക്സഡ് ജാറൂടെ കഴുകി ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ആ പേസ്റ്റ് ആ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ചേർത്തു, പിന്നെ മസാലയൊക്കെ ചേർത്തപ്പോൾ ശകലം ഉപ്പൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അടച്ച് വെച്ച് ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് സിമ്മയിലോട്ട് തീ കുറച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 15 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ ബാക്കി സവാള ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ കൊറിയാണ്ടർ ലീവ്സൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതുകൂടെ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ ഇത് നല്ല ക്രീമി ആയിട്ടാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ക്രീമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ ഇത് കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ഒരു കറിയായിരുന്നു ഇത്. അങ്ങനെ നമ്മുടെ ക്രീമില്ല, നല്ല ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള, ടേസ്റ്റ് ഒട്ടും കുറയ്ക്കാതെ അടിപൊളി മുഗളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.